നടി, നർത്തകി എന്നീ നിലകളിൽ മലയാളം, തമിഴ് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അഞ്ജു അരവിന്ദ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും സജീവമാണ് താരം. തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അഞ്ജു ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായി താൻ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും. സീരിയൽ അവസാനിപ്പിക്കാൻ കാരണം സുധാമണി എന്ന് പറയുന്ന ഹിറ്റ് സീരിയലിലെ നായികയായിരുന്നു അഞ്ജു അരവിന്ദ്. എന്നാൽ പിന്നീട് ആ സീരിയൽ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അഞ്ജു എത്തിയിരുന്നു. അതിന് കാരണം അഞ്ജു അരവിന്ദ് തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ തനിക്ക് 50 വയസ്സായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ കമന്റുകളിൽ ഏറെയും വരുന്നത് ഇത്രയും സുന്ദരിയായ അഞ്ജു അരവിന്ദിനെ കുറിച്ചാണ്. ഈ പ്രായത്തിലും അഞ്ജു അരവിന്ദ് ഇത്രയും സുന്ദരിയായിരിക്കുന്നുവെന്നും ആരോഗ്യവതിയായിരിക്കുന്നുവെന്നും. എന്നാൽ സാധാരണ പല നടിമാരും ഓവറായി വണ്ണം വെച്ച് അസുഖബാധിതരായിരിക്കുന്ന സമയത്ത് ഒരു 30-കാരിയെ പോലെയാണ് ഇപ്പോഴും അഞ്ജു അരവിന്ദിനെ കാണാനെന്നും എല്ലാവരും പറയുന്നു. എന്നാൽ താൻ സീരിയലിൽ നിന്നും ഒരു വലിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. തനിക്ക് ആ സീരിയൽ വലിയ ട്രോമയാണ് തന്നതെന്നും അഞ്ജു പറയുന്നു. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അഞ്ജു പറയുന്നത്, താൻ സീരിയലിലേക്ക് പോകുമ്പോൾ താൻ ലേറ്റായി, തനിക്ക് എല്ലാ കുറ്റങ്ങളും വരുമ്പോൾ താൻ എന്ത് ചെയ്യുമെന്നാണ് അഞ്ജു ചോദിക്കുന്നത്. വലിയ ട്രോമയാണ് ആ സീരിയൽ നൽകിയത്. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ താൻ ലേറ്റ് ആയത് കൊണ്ടാണ് എന്ന വിശദീകരണത്തിലേക്കാണ് എത്തുന്നത്. ഇത്ര മണിക്ക് കാറിൽ കയറി, ഇത്ര മണിക്ക് വസ്ത്രം മാറി, ഇത്ര മണിക്കെല്ലാം ചെയ്തു, അങ്ങനെ ഉത്തരം പറയേണ്ടി വരുന്ന ഒരവസ്ഥ തനിക്ക് തൻ്റെ 33 വർഷത്തെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നും. എന്നാൽ ആ സീരിയൽ തനിക്ക് സമ്മാനിച്ചത് അത്തരത്തിലെ വലിയൊരു ട്രോമയാണെന്നും അഞ്ജു പറയുന്നു. സീരിയൽ തൽക്കാലം അവസാനിപ്പിക്കാനുള്ള കാരണമാണ് അഞ്ജു പറയുന്നത്. താൻ ഇപ്പോൾ വിവാഹിതയല്ല എന്നും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നും പറയുന്നു. ആദ്യ വിവാഹം ഡിവോഴ്സായി, രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവ് മരണപ്പെട്ടു. ഇപ്പോൾ താൻ ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. തനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് എന്ന് മുൻപ് അഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കഥ വേണമെങ്കിൽ ഒരു സിനിമയാക്കാം. ഞങ്ങൾ ഒരുമിച്ച് 96 എന്ന സിനിമ കണ്ടപ്പോൾ സ്കൂൾ ദിനങ്ങൾ ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിലാണ്. പിന്നീട് ഞങ്ങൾ രണ്ട് വഴിക്കായി, അവസാനം ഒന്നിച്ചു. സഞ്ജയ് ഡാൻസറാണ്. IT മേഖലയിലായിരുന്നു ജോലി. ഇപ്പോൾ എഴുത്തും വർക്കുമൊക്കെയായി പോകുന്നു. ബാംഗ്ലൂരിലുള്ള തന്റെ ഡാൻസ് അക്കാദമിക്ക് അഞ്ജു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്. 2002 അഞ്ജുവിന്റെ ആദ്യ വിവാഹം. അധികം താമസിക്കാതെ ഇരുവരും വിവാഹമോചനം നേടി. തുടർന്ന് 2006 അഞ്ജു രണ്ടാമത് വിവാഹിതയായത്. രണ്ടാം വിവാഹത്തിൽ താരത്തിന് അൻവിത എന്ന പേരുള്ള ഒരു മകളുമുണ്ട്. ആ വിവാഹബന്ധം എന്നാൽ അവസാനിച്ചത് ഒരു മരണത്തിലാണ്. രണ്ടാം വിവാഹം കഴിച്ച രണ്ടാം ഭർത്താവ് മരണപ്പെടുകയായിരുന്നു. ശരിയായ വ്യക്തി എപ്പോഴും ഏറെ വൈകിയേ വരൂ. എന്നാൽ അവർ വന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമാകും. നിന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം പോലെ എന്ന അടിക്കുറിപ്പോടെയാണ് അഞ്ജു അന്ന് ഒരു വീഡിയോ പങ്കുവച്ചത്. സഞ്ജയ് അമ്പലപ്പറമ്പത്ത് തൻ്റെ 8ാം ക്ലാസ്സിലെ ആദ്യ പ്രണയമായിരുന്നു. എന്നാൽ അവസാനം ജീവിത വഴികളിൽ താൻ പിന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി, പല പ്രതിസന്ധികളുണ്ടായി. അവസാനം ആദ്യ പ്രണയം തന്നെ തൻ്റെ മുന്നിലേക്ക് വന്നു എന്നും അഞ്ജു പറയുന്നു. മോൾഡ് ചെയ്തെടുക്കുന്നത് അതിന്റെ മിടുക്ക് ഡയറക്ടർക്കുള്ളതാണ്. അതെ, പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യുന്നു? അതായത് ഡാൻസ് സ്കൂളും നടത്തിക്കൊണ്ട് പോകണം, ഷൂട്ട്സ് വരുമ്പോ അതും ചെയ്യണം. ദൈവത്തിന്റെ ഒരു പക്ഷെ ചേച്ചിക്ക് എന്നെ പഠിപ്പിക്കണം എന്നുണ്ടല്ലേ ഡാൻസ്? വേറെ എനിക്ക് ഈ 7 സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബാംഗ്ലൂർ. ഒരു സ്ഥലത്ത് പോലും ഒരു അസിസ്റ്റന്റ് ഇല്ല എന്നുള്ളതാണ്. ഇല്ല, ഒരാളെയും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഹസ്ബൻഡും മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈച്ച് ആൻഡ് ഓരോ സ്ഥലത്തും, അതായത് ഇന്നും മൺഡേ ഫ്രൈഡേ വേറൊരു സ്ഥലത്ത്, സാറ്റർഡേ സൺഡേ ഒരു സ്ഥലത്ത്, അങ്ങനെ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തും. ഇപ്പൊ എന്നെ എൻക്വയറി വിളിക്കുന്ന സമയത്ത് പോലും അവര് ചോദിക്കുന്ന ഒരു കാര്യം, മാം തന്നെയാണോ പഠിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ് എങ്ങനെ പൊതുവെ അങ്ങനെയാണല്ലോ. ഒരു കമ്മിറ്റ്മെന്റും കുറച്ചൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ ചേച്ചി പറഞ്ഞ പോലെ ഈ മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ സീരിയലിലാണെങ്കിലും ചേച്ചി ഈ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളൊരു ആത്മാർത്ഥത, ചിലവർ പറയും നമ്മൾ ഓവർ ആത്മാർത്ഥത വേണ്ട, ഓവർ കമ്മിറ്റ്മെന്റ് വേണ്ട, നമുക്കൊരു ബൗണ്ടറി വേണം, അതാണ് എപ്പോഴും നല്ലത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, സുധാമണി സൂപ്പർ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്ന സമയത്ത് അത് ഒന്നാമത് ടൈറ്റിൽ റോളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് നമ്മുടെ സ്വന്തം വർക്ക് ആണെന്നുള്ളൊരു ആത്മാർത്ഥത, അതിനുവേണ്ടി
കിടന്നെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള പല ഇൻസിഡൻസും മനസ്സിനെ ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിലാണ്. നല്ല പ്രൊഡ്യൂസർക്ക് തന്നെയായിരുന്നു, പ്രൊഡ്യൂസർ സൈഡിലൊന്നും ഉണ്ടായിരുന്നില്ല പ്രോബ്ലംസ്. ഡയറക്ടോറിയൽ സൈഡിൽ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് അവരെ വീണ്ടും വലിച്ചിഴക്കുന്നത്. ഓരോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മെച്യൂർഡ് കൈകാര്യം ചെയ്യാൻ അറിയണം. അപ്പൊ പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന റെസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് നമ്മളെ റിഫ്ലക്ഷൻ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഒരു സീരിയലും കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. എത്രയോ വരുന്നുണ്ടായിരുന്നു, അഞ്ചിപ്പോ സീരിയൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞ അഹങ്കാരം കൊണ്ട് പറയല്ല, സീരിയൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ സീരിയലിൽ നിന്നുള്ള ട്രോമ ഒന്ന് മറക്കുന്നത് വരെ അത്രയ്ക്കും ഒരാള് മരിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലൂടെ ഒരാള് ഇത്രയും ഇടപഴകി വർത്താനം പറഞ്ഞിരുന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇല്ലാണ്ടാവുക എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് ഭയങ്കര മെന്റൽ ഷോക്ക് തരുന്ന. ഒന്നാമത് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു ഇതുണ്ടാവില്ല. ഈ ഇഷ്യൂസ് അവരുടെ തമ്മിലുള്ള ഡയറക്ടറും അവരും തമ്മിലുള്ള എന്തോ ഇഷ്യൂസ് ആണ്. പക്ഷെ അതൊക്കെ നമ്മളും ആ ഒരു സ്ഥലത്ത് ഇതൊക്കെ കാണാനും കേൾക്കാനും ഉണ്ടായല്ലോ. അവിടുന്ന് അവർക്കുണ്ടായ പ്രശ്നങ്ങൾ നമ്മളിലും റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മളും പ്രതികരിക്കുക. ഈ പറഞ്ഞ പോലെ ട്രോമ ഒരു ചെറിയ കാര്യമല്ല, അത് ഓവർകം ചെയ്യാം. അപ്പൊ ചേച്ചിയുടെ ഒരു കരിയറിൽ ഈ ട്രോമ ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ വരില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞു അടുത്ത സീരിയലൊന്നും ചെയ്യാനുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. ചേച്ചിയുടെ ഇതല്ലാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ചേച്ചിക്കാണ് അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുക. നമ്മളെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോ കുറച്ചും കൂടെ നമ്മൾ അതിനെ ഇനിയാണെങ്കിലും അങ്ങനെ വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഒരു പാഠം പഠിച്ചോ ഇതിന്ന്? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് സീരിയൽ വേണ്ട എന്ന് വെച്ചത്. അതൊരു സൊല്യൂഷൻ അതൊരു സൊല്യൂഷൻ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ ആണോന്ന് വെച്ചാൽ അതല്ല. പക്ഷെ ഒരു നല്ലൊരു കഥാപാത്രത്തെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്, ഒരു അർത്ഥവിരാമം ഇട്ടത്. ലൈക്ക് ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്നൊന്നുമില്ല. നല്ലൊരു കഥാപാത്രം വരികയാണെങ്കിൽ, ഇപ്പൊ ടൈറ്റിൽ റോള് തന്നെ അത് നല്ലൊരു കഥാപാത്രമായിരുന്നു. അത് ഹിന്ദിയില് സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു സീരിയലിന്റെ റീമേക്ക് ആയിരുന്നു. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ പല കാരണങ്ങളാലും എന്തൊക്കെയോ അങ്ങനെ പോയി. ഇതിപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കരിയറിൽ ഇത്രയും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സീരിയൽ ചിലപ്പോ ഇതായിരിക്കും. തീർച്ചയായിട്ടും 33 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്റെ മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ഒരാൾക്കും ഞാൻ ഇത്ര മണിക്ക് മേക്കപ്പ് ഇട്ടു, ഞാൻ ഇത്ര മണിക്ക് റെഡിയായി, ഞാൻ ഇത്ര മണിക്ക് കാർ കയറുന്നു എന്ന് റിപ്പോർട്ട് ഞാൻ ഒരാൾക്കും ഇന്നേ വരെ പറയേണ്ട വന്നിട്ടില്ല. ആ ലൊക്കേഷന് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ലൈക്ക് എന്ത് പറയുമ്പോഴും അഞ്ജു ലേറ്റായി, അഞ്ജുവിന് ഡ്രസ്സ് റെഡി ആവാൻ ലേറ്റായി എന്നാണ്. എന്നെ അറിയുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം ഞാൻ വിതിൻ 2 minutes സാരി ഉടുത്ത് ഡ്രസ്സ് റെഡിയായി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ 17-18 വയസ്സിൽ തന്നെ ഞാൻ ഒരു നായികയായിട്ട് അഭിനയിക്കുന്ന സമയത്ത്, സീരിയൽ ചെയ്ത സമയത്ത് സാരിയാണ്, സുകുമാരി അമ്മയാണ് നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരിക. അത്രയും ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യണം, ഡ്രസ് മാറി വരാൻ. ഒരിക്കലും നമ്മള് ഡയറക്ടറെയും വെയിറ്റ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു തോട്ട് നമ്മളിൽ കയറ്റിയത്. അതുകൊണ്ട് ഞാൻ അതിലൊക്കെ വിശ്വസിക്കും. എന്നെ കുറിച്ച് പലരും ഇവര് സുധാമണി ലൊക്കേഷനിൽ പരാതി പറഞ്ഞപ്പോ പലർക്കും ആണോ നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ഒരു ഇത് അവർക്ക് തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചി ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു എന്താ പറയാ നമ്മളെ പറ്റി ഇല്ലാത്ത ഒരു കാര്യം പറയുമ്പോ ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഡിസ്കഷൻ വന്ന സമയത്ത്, പ്രോബ്ലംസ് വന്ന സമയത്ത് ഇതൊക്കെ പ്രൂഫ് അവർക്ക് കാണിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയോ? എന്താ മീൻസ് അന്ന് അതിന് സൊല്യൂഷൻ ഒക്കെ കണ്ടിട്ടാണ്